നമസ്കാരം പ്രിയമുള്ളവർ, ഏറ്റവും വേദനാജനകമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന കുട്ടി പിതൃസ്ഥാനത്തുള്ള ഒരാളിൽ നിന്ന് നിരന്തരമായി ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയിരുന്നു എന്ന വാർത്ത വളരെ വേദനാപൂർവ്വം തന്നെയാണ് ഏറ്റുവാങ്ങുന്നത്. കാരണം അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാളാണ്, അച്ഛൻ്റെ അനുജനാണ്. അയാളാണ് വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ കഴിഞ്ഞ 1.5 വർഷമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. 2.5 വയസ്സ് മുതൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു, പ്രകൃതി വിരുദ്ധത ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എത്രത്തോളം ക്രൂരമായിരുന്നു അത്. മനസാക്ഷിയുള്ള ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അത്. ഞാൻ ഈ കുട്ടിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് കുറച്ചു യൂട്യൂബർമാരുടെയൊക്കെ വീഡിയോകൾ കാണുന്നതിനിടെ അവരിങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോൾ ആരെയെങ്കിലുമൊക്കെ പ്രതി ചേർത്ത് അവരുടെ യൂട്യൂബിനെ ഒന്ന് മോടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വൈറലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പല വീഡിയോകളും ആ സ്ത്രീക്കെതിരെ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ഈ കുട്ടിയെ കാണാതായ സമയത്ത് ലോകം മുഴുവനും നമുക്കറിയാവുന്നതുപോലെ പാതിരാവിൽ ഉറക്കമുടച്ചിരുന്ന ആളുകൾ TV ചാനലുകൾ കാണുകയായിരുന്നു ആ കുട്ടിയെ കിട്ടുക എന്ന പ്രാർത്ഥനയോടുകൂടി. അപ്പോഴൊക്കെ ആ കുട്ടിയുടെ അമ്മ സെല്ലിൽ പോലീസുകാർ കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി കിടന്നുറങ്ങിയായിരുന്നു എന്ന രീതിയിലൊക്കെ യൂട്യൂബ് ചാനലുകൾ വാർത്ത കൊടുത്തു. എനിക്കതിനെ പറ്റി വാസ്തവം അറിയാത്തത് കൊണ്ട് തന്നെ ഞാനതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തില്ല. കാരണം അമ്മ എന്ന് പറയുന്നത് ഏറ്റവും ഉദാത്തമായ സങ്കല്പമാണ്. ഞാനൊക്കെ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. അമ്മ ഏറ്റവും നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. അമ്മയ്ക്കപ്പുറം വലിയ വികാരങ്ങളോ ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബ് ചാനലുകൾ അവരുടെ വൈറൽ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷേ ഇന്നലെ പുറത്തു വരുന്ന വാർത്തകൾ വളരെ വിഷമിപ്പിക്കുന്നതാണ്. കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന ഒരാൾ കുട്ടിയെ നിരന്തരമായി പീഡിപ്പിക്കുകയായിരുന്നു. നമ്മുടെ കുട്ടികളെ ആരെയാണ് വിശ്വസിപ്പിച്ച് നിൽപ്പിക്കുവാൻ കഴിയുക? 2 ദിവസം മുമ്പ് മുംബൈയിൽ നിന്ന് ഇതുമായി സംബന്ധിച്ച ഒരു വാർത്ത തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 31 വയസ്സുള്ള അമ്മ, 19 വയസ്സുള്ള അമ്മയുടെ കാമുകൻ. അമ്മ അറിഞ്ഞിട്ട് തൻ്റെ കാമുകന് വെറും 3 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുവാൻ നൽകുമായിരുന്നു. ആ കുട്ടി കഠിനമായ ലൈംഗിക പീഡനത്തിൻ്റെ കാരണമായി മരിച്ചുപോയി. അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 3ഉം 4ഉം 2ഉം 1ഉം വയസ്സുള്ള കുട്ടികൾ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന ഏറ്റവും നിഷ്ഠൂരമായ വാർത്തകൾ. വല്ലാത്തൊരു ലൈംഗിക അരാജകത്വത്തിലേക്കാണ് കേരളം നടന്നു നീങ്ങുന്നത് എന്ന് പറയാം. കാരണം ഓപ്പൺ സെക്സും അല്ലെങ്കിൽ ഈ സെക്സ് എവിടെയും എപ്പോഴും ചെയ്യാം, ആരുമായിട്ടും ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ധാരണ നമ്മുടെ ആളുകൾ വെച്ചു പുലർത്തുന്നു എന്നത് വളരെ പരിഹാസവും പരിതാപകരമാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്നാണ് നമ്മുടെ നാട്ടിലൊരു മോചനം ഉണ്ടാകുക? ആരെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? തൽക്കാലം വിടവാങ്ങുന്നു. നല്ലൊരു നാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം. വിടവാങ്ങുന്നു.